ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു കുഞ്ഞുടുപ്പാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കൊരു 6 മാസം പ്രായമുള്ള കുട്ടിക്ക് ചെയ്യാൻ പറ്റിയ ഒരു മോഡൽ, ഒരു കുഞ്ഞുടുപ്പ്. നമുക്ക് വിഷുവൊക്കെ വരാറായില്ല, അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇതുപോലത്തെ ചെറിയ ഉടുപ്പ് യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ നമുക്കിത് 1 മീറ്റർ മതിയാവും. ഞങ്ങൾക്ക് ചേച്ചിക്കും അതിനത്തേക്ക് 2 പേർക്കും ചെയ്യാനുള്ളതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ബാലൻസിലെ മെറ്റീരിയലാണ് എടുത്ത്. സാധാരണ വാങ്ങിക്കുന്നത് ഒരു 3/4 മീറ്റർ അല്ലെങ്കിൽ 1 മീറ്ററൊക്കെ മതിയാവും. 3/4 മീറ്റർ തന്നെ ധാരാളമാണ്. വീതി കൂടുതലായതുകൊണ്ട് നമുക്ക് സെൻറ്ററിൽ കട്ടാക്കിയിട്ട് ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ബ്ലൗസിൻ്റെ ഈ ഒരു തുണി, ഇത് നമുക്ക് ഒരു 1/4 മീറ്ററോളം മതിയാവും കേട്ടോ. മുകൾ വശത്തേക്ക് നമ്മൾ ഫ്രോക്കായിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ്ങും 1/4 മീറ്റർ മതിയാവും. താഴത്തേക്കുള്ള ലൈനിങ് നമുക്ക് 1/2 മീറ്റർ മതി. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടോ. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ ഞാനൊരു 3.5 ഇഞ്ച് ഷോൾഡർ എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മുടെ ആം ഹോളിൻ്റെ ഇറക്കം ഒരു 3.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇതുപോലെ മുകളിലോട്ട് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം കേട്ടോ. ചെസ്റ്റ് അളവ് എടുക്കുന്നത് ഒരു 4.5 ഇഞ്ചാണ് കേട്ടോ. 4.5 ഇഞ്ചിൽ നമുക്ക് നമ്മുടെ ചെസ്റ്റ് എടുക്കാം. അതിൻ്റെ വെച്ച് തയ്യൽ തുമ്പിന് ഒരു 1.5 ഇഞ്ചും കൂടി കൂട്ടി കൊടുക്കാം കേട്ടോ. നമുക്കിതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് ഒരു 6 ഇഞ്ചോളം എടുക്കട്ടെ. അധികം ലെങ്ത്ത് കൊടുക്കുന്നില്ല. ഒരു 6 അല്ലെങ്കിൽ ഒരു 6.5 എടുത്താലും പ്രശ്നമില്ല. ഒരു 6.5 എടുക്കാം. തയ്യൽ തുമ്പ് അടക്കം ഒരു 6.5 എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. ഇവിടെ ഞാൻ വലിയ ഷേപ്പോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് സൈഡിൽ വള്ളി വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സെയിം 4.5 തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 4.5 എടുക്കുന്നുണ്ട്. 4.5 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് നമുക്കത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. അതിന് ശേഷം നമുക്ക് ആം ഹോൾ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് കഴുത്തിൻ്റെ അകലം എടുക്കുക. കഴുത്തിൻ്റെ അകലം ഞാൻ എടുക്കുന്നത് ഒരു 1.25 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. 1.25 ഇഞ്ച് കഴുത്തിൻ്റെ അകലം. ഇറക്കം എടുക്കുന്നത് ഒരു 2.5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നുണ്ട്. നമുക്ക് ചെറിയൊരു ബോക്സ് ആക്കിയിട്ട് ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് വരച്ചിട്ട് കഴുത്ത് അതിൻ്റെ ഉള്ളിൽ റൗണ്ട് നെക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ റൗണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ഷോൾഡർ ആവശ്യമില്ല. നമ്മൾ വള്ളിയല്ലേ വെച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 2 ഇഞ്ചോളം ഉണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി ഒരു 1 ഇഞ്ച് എടുക്കുക. എന്നിട്ട് അവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്കും 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക്, അത് 2 സൈഡിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 1/2 ഇഞ്ചിന് നമുക്കത് ഇതുപോലെ നമ്മുടെ ആം ഹോളിലേക്ക് കൊടുക്കാം. അതുപോലെ ഈ ഒരു 1/2 ഇഞ്ചിന് നമുക്കിതുപോലെ നമ്മുടെ നെക്കിലേക്ക് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നെക്കിലേക്ക് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരുപോലെയാണ് കേട്ടോ കട്ട് ചെയ്ത് എടുക്കുന്നത്. നമുക്ക് ബാക്കിൽ ബട്ടൺസും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. ബട്ടൺസൊക്കെ ഉണ്ടെങ്കിൽ ബാക്കത്തെ പീസ് കുറച്ചധികം മെറ്റീരിയൽ വേണം. അപ്പോൾ ഇതിപ്പോൾ ഒരുപോലെ ആയതുകൊണ്ട് ഇതേപോലെ കട്ട് ചെയ്യുക. ഇതേപോലെ മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതായത് ഇതിൻ്റെ പ്രിൻ്റ് ഒരു സൈഡിലേക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മെറ്റീരിയൽ കുറവാണ് കേട്ടോ. നമുക്ക് 2 സൈഡിലേക്ക് ഉള്ളതാണെങ്കിൽ നമുക്കത് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെയൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇതുപോലെ ഇത്രയും മെറ്റീരിയൽസ് ഉള്ളൂ. കുട്ടിക്ക് സ്ലീവിൻ്റെ കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ, മറ്റേ കുട്ടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബാക്ക് സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് 2 പീസ് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറഞ്ഞ ബാക്കിലേക്ക് നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് അധികം ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ 2ആയിട്ടൊന്നിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ മെറ്റീരിയൽ എടുക്കാം. ഒരു 1/2 ഇഞ്ച്, ഒരു 1/4 ഇഞ്ച്, ഇത് ഇത്ര പോലെ നമുക്ക് അധികം ആവശ്യമുള്ളൂ. എന്നാലും നമുക്ക് കറക്റ്റ് സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ഒരുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതേ അളവിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നീട്ടി കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇവിടെ ബാക്ക് ഓപ്പൺ കൊടുക്കാം കേട്ടോ. അഴവശത്തേക്കുള്ള മെറ്റീരിയൽ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നില്ല കേട്ടോ. അത് നമ്മൾ വേസ്റ്റ് റൗണ്ട് നോക്കിയിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു ലേസ് ഞാൻ ഓൺലൈനിലായിട്ട് വാങ്ങിയതാണ് കേട്ടോ. പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ലാഭം. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വള്ളി കട്ട് ചെയ്യും. ഫ്രണ്ടിലേക്ക് 2, ബാക്കിലേക്ക് 2, അങ്ങനെ 4 വള്ളിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ഏകദേശം വള്ളീൻ്റെ ലെങ്ത്ത് ഒരു 10 ഇഞ്ചോളം, 10 ഇഞ്ച് മതിയാവും. 2 സൈഡും വരുന്നുണ്ടല്ലോ. നമുക്കൊരു 10 ഇഞ്ചിൽ നമുക്ക് വള്ളീൻ്റെ ലെങ്ത്ത് 10 അല്ലെങ്കിൽ 11 എടുക്കാം കേട്ടോ. 11 ഇഞ്ചിൽ നമുക്ക് വള്ളീൻ്റെ നീളം എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ അളവിൽ നമുക്ക് 4 പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് ആം ഹോൾ ഇങ്ങനെ അടിച്ച് വരാം കേട്ടോ. ആം ഹോൾ ഇങ്ങനെ അടിച്ച് വന്നിട്ട് ഇത് ഇവിടെ എത്തുന്ന സമയത്ത് നമുക്കൊരു വള്ളി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ, ഇത് നല്ല തുണി ലൈനിങ്ങിൻ്റെ ഉള്ളിലായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഷോൾഡർ അടിക്കുക, നെക്ക് അടിക്കുക. ഓപ്പോസിറ്റ് വശത്തുമ്പോൾ ആദ്യം ഒരു വള്ളി ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് ആം ഹോൾ അടിക്കാം. അപ്പോൾ ഇത്ര പോലെ അടിച്ചിട്ട് നമുക്ക് ചെറിയ കട്ടിട്ടിട്ട് നമുക്ക് തിരിച്ചിട്ടെടുക്കാം. അതുപോലെ തന്നെയാണ് ഓപ്പോസിറ്റ് വശം. നമുക്ക് ആം ഹോൾ നെക്ക് അടിക്കാം, വള്ളി വെക്കുക, ആം ഹോൾ അടിക്കാം. മറ്റേത് അത് കണക്ക് ചെയ്തെടുക്കാം.
ഞാനത് ഇതുപോലെ ഫുള്ളായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ലൈനിങ് നല്ല തുണി വെച്ചിട്ട് ഒരുമിച്ച് അടിച്ചെടുത്തു. ഇത് ബാക്ക് സൈഡിലേക്ക് പോകട്ടെ. ബാക്ക് സൈഡ് 2 പീസ് വേണം. 3 ഇഞ്ച് വീതിക്കും 2 ഇഞ്ച് വീതിക്കും. 2 ഇഞ്ച് വീതിക്ക് നമ്മുടെ ബട്ടൺസ് വെക്കാനാണ്. അത് ഇതുപോലെ കുറച്ച് മെറ്റീരിയൽ ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് നല്ല വശത്ത് വെച്ചിട്ട് ചെയ്തത് കേട്ടോ. എന്നിട്ട് അടിച്ചു പ്രസ് സ്റ്റിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഈ ഒരു പീസ് 2 ഇഞ്ച് വീതിക്ക് വരുന്ന പീസ് ഫുള്ളായിട്ട് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട്, അതായത് ഇതുപോലെ ഒരു മടക്ക രണ്ടാമത്തെ മടക്കിന് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 3 ഇഞ്ച് വീതിക്കുള്ള പീസ് നമ്മുടെ ലൈനിങ് വരുന്ന വശത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് പീസ് ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ എടുത്തതിന് ശേഷം ആദ്യം കുറച്ചൊന്നിങ്ങനെ മടക്കി കൊടുക്കാം. രണ്ടാമത്തെ മടക്ക് നമ്മൾ ആദ്യം അടിച്ചൊരടിവ് കാണുമല്ലോ, ഇതുപോലെ ഇങ്ങനെ വരും കേട്ടോ. കുറച്ച് പീസ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിക്ക് വേണം നമുക്കത് ചെയ്തെടുക്കാം. അത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാം. അതിനുശേഷം മെഷർമെൻറ്റും കാര്യങ്ങളും മാർക്ക് ചെയ്തിട്ട് സൈഡും കൂടി ഒന്ന് താഴത്തോളം ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ 2 വള്ളി അടിച്ചെടുത്തിട്ടുണ്ട്. അത് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. 2 വള്ളിയും സൈഡിൽ വെച്ചിട്ട് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലേക്കുള്ള മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാം. ബാക്ക് സൈഡ് നമുക്കിത് ഇതുപോലെ വെച്ചിട്ട് 2 മീത്ത വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു പിന്ന് കുത്തിയിട്ട് വേണം മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ താഴത്തേക്കുള്ള ലൈനിങ് അമ്പർലയിലാണ് കേട്ടോ കട്ടാക്കിയിട്ടുള്ള നമ്മുടെ വേസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം, ലെങ്ത്തും കാര്യങ്ങളും മാർക്ക് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ താഴത്തേക്കുള്ള കട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഇതുപോലെ ഫ്രിൽസ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് വേസ്റ്റ് അളവിന് കറക്റ്റായി വരുന്ന രീതിക്ക് വെച്ചിട്ട് സൈഡിലേക്ക് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല വശം വരുന്നത്. ആ നല്ല വശത്തേക്ക് നമ്മുടെ ബ്ലൗസ് പീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കറക്റ്റ് നമുക്ക് ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഇത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉൾവശത്ത് വെച്ചിട്ട് ചെയ്യണം. അതായത് ഈ ബ്ലൂ കളർ നമ്മുടെ മെറ്റീരിയലിൽ ഈ മെറ്റീരിയലിനോട് ചേർന്ന് വരുന്ന രീതിക്ക് വേണം ചെയ്തെടുക്കാൻ വേണ്ടത്. ഇങ്ങനെ റൗണ്ടിൽ വെക്കാം. അപ്പം ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് ഉള്ളിൽ കവർ ചെയ്ത് പോയി. ഈ ഒരു തുച്ഛമില്ല, ഈ ഒരു തുച്ഛ ഉള്ളിൽ കവർ ചെയ്ത് പോകും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെക്കാം. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കത് ഇങ്ങനെ വെച്ചിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ എടുക്കാം. കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കവർ ചെയ്ത് വന്നോട്ടെ. ഇതെങ്ങനെയാണ് നമ്മുടെ ഉൾവശം വരുന്നത്. ചെറിയ കുട്ടികൾക്ക് ഇതിൻ്റെ തുച്ഛം കാര്യങ്ങളൊന്നും കൊള്ളൂല കേട്ടോ. ഇതുപോലെയാണ് കവർ ചെയ്ത് അടിച്ചിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ ദേഹത്തേക്ക് വരും. നമ്മുടെ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ കവർ ചെയ്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സ് വരുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ വള്ളിക്കൊക്കെ ഇത്ര നീളം മതി, ഒരുപാട് നീളം വേണമെന്നില്ല. അങ്ങനെ കുറച്ച് നേരം താഴത്തേക്കെല്ലാം ഇറങ്ങി കിടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നീളം വേണമെങ്കിൽ വെച്ച് കൊടുക്കുക. ഞാൻ പിന്നെ കുറച്ച് മതി, ചെറിയ കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്ര വെച്ച്. അത്യാവശ്യം കെട്ടിക്കൊടുക്കാൻ പാകത്തിനുള്ള ആ ഒരു ലെങ്ത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഫ്രോക്ക് വരുന്നത്, ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള ഫ്രോക്ക് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെ വരും.